രാജ്യത്തിലേക്ക് ക്ഷണിക്കാൻ സാധിക്കും. നമ്മളത് ഈ ജീവിച്ചിരിക്കുന്ന ലോകത്തിൽ നമ്മളത് കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്ന സഹോദരങ്ങളെ. ഏത് പ്രായ വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, എല്ലാവരും എല്ലാ മനുഷ്യരും യേശുവിന്റെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ക്ഷണം സ്വീകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്കാർക്കും അതിന് നോ പറയത്തില്ല, ഞാൻ പോരുന്നില്ലെന്ന് പറയത്തില്ല. ഞാൻ ഇവിടെ ഓർത്തു പോകുകയാണ്, പ്രവാചകനായ എലിയാസ് ഈശോ ദൈവം പറയുകയായിരുന്നു, നിന്റെ ആയുസ് തീരുന്നു, നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണെന്ന്. ആ സഹോദരൻ ദൈവത്തോട് അന്നേരം പറഞ്ഞു, കർത്താവായ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഇത്ര വേഗം വിളിക്കുന്നു? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, ഞാൻ നന്മ മാത്രമല്ലേ ചെയ്തുള്ളൂ, പിന്നെ എന്തുകൊണ്ട് നീ എന്നെ ഇത്ര വേഗം നിന്റെ രാജ്യത്തിലേക്ക് വിളിക്കുന്നു എന്ന് കരഞ്ഞു. ഭിത്തിയിലോട്ട് തിരിഞ്ഞു നിന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ യെശയ്യാ പ്രവാചകൻ വഴി പിതാവായ ദൈവം ആ സഹോദരനോട് അറിയിക്കുകയാണ്, അവനോട് പറയുക, അവന്റെ ആയുസ് 15 വർഷം കൂടി നീട്ടിക്കൊടുത്തിരിക്കുന്നു. അതെ, നമ്മളെല്ലാവരും ചിലപ്പോൾ ഈശോയോട് അല്ലെ കർത്താവായ യേശുവിനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ദീർഘായുസ് തരണമേ, എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ സ്വതന്ത്രയാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ പിതാവിന് ഒരു സമയമുണ്ട്. നമ്മളെ ഓരോരുത്തരെയും പിതാവിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്നതിന് നമ്മളെ കൊണ്ടുപോകാൻ ഒരു സമയമുണ്ട്. നമ്മുടെ യേശുക്രിസ്തു, നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന് ഒരു സമയമുണ്ട്. അതേ സഹോദരങ്ങളെ, ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെയുള്ള നമ്മൾക്ക് വേണ്ടി, നമ്മളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി. ഈ ലോകത്തിലെ ജീവിതം ക്ഷണികം മാത്രമാണ്. നമ്മൾ ഈ ലോകത്തിൽ വെറും യാത്രക്കാർ മാത്രമാണ്. നമ്മൾ നടന്നു പോകുന്ന, നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ദൈവത്തിന്റെ അടുത്തെത്തേണ്ട ദിവസം അടുത്തടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളിൽ പലരും മറന്നു പോകുന്നു. ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾക്ക്, ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് നമ്മൾ വഴി കൊടുക്കുകയാണ്. ആർഭാടങ്ങൾക്ക്, ആനന്ദങ്ങൾക്ക്, സ്വർഗീയ ജീവിതത്തെ പറ്റി ഞാനിതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് എത്തേണ്ടവനാണെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ സമയമില്ലാത്ത ഒരു ലോകത്തിലാണ് നാം എല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരിഞ്ഞു നോക്കാം. നമ്മൾ എവിടെയാണെന്ന്, ഞാൻ എവിടെയാണ് നിൽക്കേണ്ടതെന്ന്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്, ഞാൻ ആരുടെ കൂടെയാണ് പോകേണ്ടതെന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. യേശു നമ്മളോട് വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക.